ഹായ്, ഞാൻ ജൂലി രാഗേഷ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും അറിയുന്ന അക്ഷയ തൃതീയാണ് എന്നുള്ളത്. എന്താണ് അക്ഷയ തൃതീയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൊടുക്കുന്നോ ഇടുന്നോ അത് കൂടുതലായിട്ട് വരും. നമുക്കറിയാം, അക്ഷയ പാത്രത്തിന്റെയൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്. രണ്ട് ഐതിഹ്യമാണ്. അതായത് ഇത് ആദ്യം ആഘോഷിച്ചു വന്നത് ജൈനമതക്കാരായിരുന്നു. അതേപോലെ തന്നെ രണ്ട് ഐതിഹ്യം. ഒന്നുള്ളത് അടുത്തത് പറയുന്നത് ദ്രൗപദിയുടെ ആയിരുന്നു. ദ്രൗപദി വനവാസത്തിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഋഷിമാര് കയറി വന്നു. ഒരു ഇതും ഉണ്ടായിരുന്നില്ല, ഒരു അരിമണി മാത്രമായിരുന്നു. അപ്പൊ കൃഷ്ണ ഭഗവാൻ കൊടുത്തൊരു പാത്രമുണ്ട്, അതിൽ ഒരു അരിമണി ഇട്ട് വേവിച്ചു കഴിഞ്ഞപ്പോ നിറച്ചും ചോറ്. അതാണ് അക്ഷയപാത്രം. അങ്ങനെ ആ ഭക്ഷണം ദാനം കൊടുത്തു. ഭക്ഷണമാണ് ദാനം കൊടുത്ത ഋഷിമാർക്ക്. പിന്നത്തുള്ളതാണ് ജൈൻ മതക്കാരുടെ. ഋഷഭ്ദേവ് എന്ന് പറയുന്ന ഒരാള് ആ രാജ്യത്തിന് വേണ്ടി 400 ദിവസം ജലപാനമില്ലാണ്ട് നിരാഹാരം കിടന്നു. ആ നിരാഹാരം ലാസ്റ്റ് മുറിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് 400 ദിവസത്തിന് ശേഷം ആൾക്ക് കരിമ്പ് ജ്യൂസ് കൊടുത്തു. അതിനുശേഷം ധാന്യങ്ങളും സ്വർണങ്ങളും എല്ലാം കൊടുത്തു രാജ്യത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട്. അതും ദാനമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എപ്പോഴാ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ വരുന്ന ചന്ദ്രൻ, അതായത് 3ാമത്തെ ദിവസം, അമാവാസ്യ കഴിഞ്ഞിട്ടുള്ള വൈശാഖ മാസത്തിലെ 3ാമത്തെ ദിവസം. 17ാം തീയതി അമാവാസ്യയായിരുന്നു, 19ാം തീയതി ഇന്ന്. ഇത് തുടങ്ങുന്നത് വൈകുന്നേരം 5 മണിക്കാണ്, 24 മണിക്കൂർ നാളെ വരെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന ഒരു കുഞ്ഞു പാത്രം മേടിക്കുക, പുതിയ പാത്രം, അരിയും മേടിച്ചിട്ട് നമ്മളത് ഒരു ഭാഗത്ത് ഇട്ട് വെക്കുക, എവിടെയെങ്കിലും ഇട്ട് വെക്കുക, കാണുന്ന ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ പൂജാ റൂമിലെങ്കിലും വെക്കുക. എല്ലാ മതക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ കൂടെ ഒരു നാണയവും കൂടി ഇടാം. പിന്നെ ചെയ്യേണ്ടത് എന്താ, പിന്നെ അടുത്തത് ചെയ്യാവുന്ന ഒരു കാര്യം, ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാം. അതേപോലെ ഇപ്പൊ ജൈൻ മതക്കാരുടെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കരിമ്പ് ജ്യൂസ് മേടിച്ചു കൊടുക്കാം. പാവപ്പെട്ടവർക്കാണെങ്കിൽ അത്രയും നല്ലത്. പാവപ്പെട്ട കുട്ടികൾക്കോ വയസ്സായവർക്കോ അങ്ങനെ ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ദാനമായിട്ട് കൊടുക്കണമെന്ന്. എന്ത് കൊടുക്കുന്നോ അത് സമൃദ്ധമായിട്ട് നമ്മളിലേക്ക് വരും. അതാണ് അക്ഷയപാത്രം. അറിയാലോ, ഒരു അരിമണി ഇട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് ഭക്ഷണം ദാനം കൊടുത്തു ഋഷിമാർക്ക്. അങ്ങനെയാണ് അക്ഷയപാത്രത്തിൽ കൂടി വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വർണം മേടിക്കാം. അതേപോലെയാണ് ഇന്ന് 5 മണിക്ക് ഒരാഗ്രഹം വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ തഥാസ്തു 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 പറയാം. അപ്പൊ ഇതാണ് അക്ഷയ തൃതീയ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യ, സമ്പത്തും സമാധാനവും ഉണ്ടാവട്ടെ.